മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഈ എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള പഠന വൈകല്യങ്ങൾ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മുതിർന്നവരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? ടീച്ചർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കേസാണ്. ഏകദേശം 10-35 വയസ്സ് പ്രായമുള്ളൊരു യങ് ബിസിനസ്മാൻ, വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ അപ്പോയിൻമെൻ്റ് എടുത്തു വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു, ഇപ്പോൾ ഒരാഴ്ചയോളമായി എനിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നില്ല, മനസ്സിന് ഭയങ്കര ഒരു ഭാരം വന്ന് നിൽക്കുകയാണ്, തലയ്ക്കകത്തൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുക പോലെ മറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പം എൻ്റെ ബിസിനസ്സിലായാലും ഇനി അങ്ങ് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല, എപ്പോഴും എനിക്ക് എന്തൊക്കെയോ ആകുലതകളാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ്, എനിക്ക് എന്തെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നത് എന്തെങ്കിലും ഗുളികയൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആകണം എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സിംറ്റംസ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ആങ്സൈറ്റി സ്പെക്ട്രത്തിലുള്ള ചില സിംറ്റംസ് ആണ് കാണുന്നത്. ആങ്ഷ്യസ് ആണ് ആള്, സ്ട്രെസ് ആണ്, അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിലിരിക്കുവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളതിൻ്റെ ഒരു കാരണത്തിലേക്കും അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഒരു സമയത്ത് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ പറഞ്ഞ്, സിസ്റ്റർ അറിയാമല്ലോ, ഞാനൊരു നല്ലൊരു ബിസിനസ്മാനാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഫേവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അടുത്തിടയ്ക്കുണ്ടായ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ, ഞാൻ എന്നെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പം തിരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് എൻ്റെ കൈയും കാലും ഒക്കെ അങ്ങ് തളർന്ന് ആകെ ഞാൻ മരവിച്ച് പോയെ. അപ്പം ഞാൻ പറയാം, നല്ല കാര്യമല്ലേ, ഒരു നല്ലൊരു അസോസിയേഷനിലെ ഒരു സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രമാത്രം നല്ലൊരു എഫിഷ്യൻസി ഉള്ള ആളാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ കുറച്ചുകൂടി സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പറയാം, സിസ്റ്റർ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചു പോയത്? അപ്പോഴത്തേക്ക് പറഞ്ഞത്, സിസ്റ്റർ ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി പോയതാണ്, ദൈവകാരുണ്യം കൊണ്ട് ഞാൻ പാസ്സായി പോയതാണ്. കാരണം ഇന്നും എനിക്ക് ഏതെങ്കിലും ഒരു വാക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഇപ്പോൾ ഒരു വാചകം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് എന്താണ്, ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ ഈ കേരളത്തിലേക്ക്, അപ്പം അവിടെ എന്നതായിരിക്കും വരേണ്ടത്? ലായ്ക്ക് മുമ്പാണോ അതിന് പിമ്പാണോ? ഈവൻ മലയാളത്തിലും അതുപോലെ തന്നെ, ഇംഗ്ലീഷിലും അതുപോലെ തന്നെ. ഇംഗ്ലീഷിലൊക്കെ ചില കാര്യങ്ങൾ എഴുതി വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. അപ്പോൾ പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞ, സിസ്റ്റർ ഞാൻ ഗോഡ് എന്നാണ് എഴുതിയത്, പക്ഷേ അത് എൻ്റെ കൊച്ചിനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഡോഗ് എന്നായിപ്പോയി എന്ന്. അപ്പോൾ അത്രയ്ക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കാൽക്കുലേഷൻ ഇതുപോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുള്ള ആളെങ്ങനെ ബിസിനസ്? അതാണ് നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അനുജനുണ്ട്, അനുജൻ സഹായിക്കുമായിരുന്നു എഴുതുമ്പോഴേക്കൊക്കെ. പ്രത്യേകിച്ച് കണക്കുകളൊക്കെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ലെഫ്റ്റിലിടേണ്ട സംഖ്യ കൊണ്ട് റൈറ്റിലിടും, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഏതാണ് വരണ്ടേന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയാ 1092 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1092 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൺഫ്യൂസ്ഡ് ആണ്, പുള്ളിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് കൂടെ ഉണ്ട്, എഴുതിപ്പിക്കും, അങ്ങനെയൊക്കെയാ. അപ്പൊ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിൽക്കാനും ബിസിനസ് ട്രിക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലന്റ് ആണ്. പക്ഷേ ഒരു പ്രത്യേക കഴിവിൽ ഇവര് ഭയങ്കര എക്സലന്റ് ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ സാധാരണയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മുടെ ഒരു പ്രാക്ടീസിൽ ഞാൻ കണ്ടിരിക്കുന്നത് അത് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ക്രിയേറ്റീവ് തിങ്കിങ് ആയിരിക്കും, പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും, പിന്നെ കുറച്ച് എംപത്തറ്റിക് അപ്രോച്ച് ഒക്കെ ഉള്ളത് കൊണ്ട്
നല്ല രീതിയിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യും. പറയും ചെറിയ ക്ലാസ്സിലെ കുട്ടി അല്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ മിടുക്കരല്ലെങ്കിലും പക്ഷെ അവരൊക്കെ ഉയർന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുന്ന കാണാം നമ്മുടെ സൊസൈറ്റിയിൽ. ഓക്കെ. അപ്പം അതേപോലെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ഇത് പ്രസന്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം ഈ അഡൾട്ടിലും ലേണിംഗ് ഡിസബിലിറ്റീസ്, അതായത് അഡൾട്ട് ആയതിനു ശേഷം ഉണ്ടായ പഠന വൈകല്യമല്ലത്, ചെറുപ്പത്തിലേ മുതൽ കുഞ്ഞിലേ തൊട്ട് ഉണ്ട്. ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പോലെ എന്തൊക്കെയോ ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഈ എഴുതണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് മറ്റു ആക്ടിവിറ്റീസിലൊക്കെ ചേരും. പിന്നെ ടീച്ചേഴ്സിനെ നന്നായിട്ട് അങ്ങ് പ്ലീസ് ചെയ്യും. അപ്പൊ ടീച്ചറിന്റെ മുൻപിൽ നല്ല ഗുഡ് ലിസ്റ്റിൽ നിൽക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചോദ്യം ചോദിച്ചാൽ പറയാൻ അറിയാം. പക്ഷെ അത് എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പാഠം എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ പുള്ളി ഒരു പാരഗ്രാഫൊക്കെ ആരെങ്കിലും കൂട്ടുകാരോടൊക്കെ ചോദിച്ചത് കാണാപ്പാടം എന്ന പോലെ പഠിക്കും. എന്നിട്ട് അത് വായിക്കാനായിട്ട് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആ അക്ഷരങ്ങളൊക്കെ നിക്കണ സ്ഥാനം മാനമൊക്കെ കണ്ടോണ്ടങ്ങ് വായിക്കും എന്ന് ഈ പറഞ്ഞു. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ ആള് പറഞ്ഞത് എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, പക്ഷെ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പല കാര്യങ്ങളും വളരെ ഒരു നല്ലൊരു മോട്ടിവേറ്റർ ആണ്, എല്ലാം ആണ്, വളരെ പ്രശസ്തനായ വ്യക്തിയാണ്, പക്ഷേ സ്പെല്ലിംഗ് തെറ്റിപ്പോവും എഴുതുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇപ്പം ചിലവർ പറയും കണക്ക് കൂട്ടാൻ അറിയില്ല, പക്ഷെ എഴുതാനും വായിക്കാനും പാട്ട് പാടാനും ക്രിയേറ്റീവായിട്ട് എഴുതുന്ന വളരെ അറിയുന്ന ഒരാളായിരിക്കും, പക്ഷെ കണക്കിനോട് വരുമ്പോൾ അത് കണക്ക് കൂട്ടാൻ അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓരോ കാര്യങ്ങളിലാണോ ഈ നമുക്ക് പ്രശ്നം ഇതിൻ്റെ വരുന്നത്? അകത്ത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി അനുഭവിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഇതിനെ തന്നെ നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന അക്ഷരമാണ്, ഈ അക്ഷരത്തിന് ഇങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് ഉണ്ടാകുന്നത്, അങ്ങനെ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുകൾ. അതിനെയാണ് നമ്മൾ കൂടുതലും അത് നമ്മൾ പറയുന്ന ഡിസ്ലെക്സിയയിൽ കൂടുതലും സൗണ്ട് ലൈക്കാണ് അത് വരുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ എഴുതുമ്പോഴത്തേക്കും കാര്യം അവർക്ക് അറിയാം ഇന്നതാണ് കാര്യം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ അഡൾട്ട് ലേണിംഗ് ഡിസബിലിറ്റി, സോ അവരതിനെ കുറിച്ച് പറയും. പക്ഷെ അതൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിങ്ങുകൾ മിസ്റ്റേക്ക് ആവും, മാറിപ്പോകും. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒമിഷൻ വരും, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ കൂടെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്ലിപ്പിൽ എൻ്റെ പേര് എഴുതിയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് എഴുതിയപ്പോഴത്തേക്ക് തന്നെ പുള്ളി ഡോണാന്ന് എഴുതിയേക്കുന്നത് പോലും തെറ്റാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് അത് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്റർ എഴുതിയതൊന്നും നോക്കരുത് കേട്ടോ, പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോളാം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പറയേണ്ട ഡിസ്ഗ്രാഫിയ, എഴുതുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകൾ, പഞ്ച്വേഷൻസ് ഇടുന്നില്ല, അല്ലെങ്കിൽ വാക്കുകൾ തമ്മിൽ ഇപ്പൊ ആൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ആൻഡ് ഒരുമിച്ച് നിൽക്കണമല്ലോ, പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ടാണല്ലോ അടുത്തത് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവർക്ക് ഈ സ്പേസ് ഉണ്ടാവില്ല, കാരണം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ അത് എഴുതി വരുമ്പോഴത്തേക്കും അത് അവർക്ക് അല്ല, ഇത് മാറ്റാനായിട്ട് ഇത് പറ്റുന്നില്ല. കുഞ്ഞിലേ തുടങ്ങിയുള്ള ഒരു പ്രശ്നമല്ലേ അയാളുടെ? ആണ്. പക്ഷെ കുട്ടികളായിരിക്കുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സംവിധാനം കിട്ടിയത് അങ്ങോട്ടേക്ക്, ഇതിന്റെ ഒരു സിവിയറിറ്റി എന്ന് പറയുന്നത് അത്ര ഇതായിട്ട് വരാത്തത് കൊണ്ട് അതൊക്കെ എഴുതി അന്ന് പിടിച്ചൊക്കെ നമുക്കത് പോയി. തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ മുതിർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലമാണ്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ന്യൂറോണൽ നെറ്റ്വർക്കിങ്ങിലെ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളൊരു ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ അതിനെ ആ കാണുന്നതിനെ കേൾക്കുന്നതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ചെയ്യുന്നതിന് ശേഷം അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് അർത്ഥത്തോടുകൂടി അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ മീനിങ് ഫുൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കൃത്യമായിട്ട് നടന്നെങ്കിലേ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ ഇവരുടെ ഒരു വയറിംഗ് സിസ്റ്റം ന്യൂറോ ഡെവലപ്മെന്റലിലെ ഒരു കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കൃത്യമായ ഒരു രീതിയിൽ അത് വന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഓൾട്ടർനേറ്റീവ് ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ മറ്റു സെൻസറി ആക്ടിവിറ്റീസ്, മൾട്ടി സെൻസറി ടെക്നിക്സ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം
നമ്മൾ ആ ഒരു എഴുതാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എഴുതുമ്പോൾ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വേ ഓഫ് റൈറ്റിംഗ് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അതിനെ വിഷ്വൽ ചെയ്ത് പറഞ്ഞു കേൾപ്പിച്ച് അനുഭവിച്ചുകൊണ്ടൊക്കെ ഈ എഴുതി ചെറിയ കുഞ്ഞു പഠിപ്പിക്കുന്നത്. കുട്ടികളെ ചെയ്യുന്ന പോലെ തന്നെ ഇവർക്കും ചെയ്യുന്നത് പോലെ അതിനനുസരിച്ച് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം നമുക്ക് ഇതുപോലെ വന്നതുകൊണ്ട് ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെറ്റർ ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തൊക്കെ വരുന്ന. ഇപ്പൊ ഈ സാറ് സിസ്റ്ററെ സമീപിച്ചു, പക്ഷെ പലരും വളരെ ഉന്നതിയിലിരിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർ അത് പുറത്തു പറയാൻ മടിക്കുന്നവരുണ്ടാവും. പഠിക്കുന്നവരുണ്ട്. ഇപ്പൊ കാരണം ഈ പുള്ളിയാണെങ്കിൽ പറഞ്ഞത്, സിസ്റ്ററെ ഞാൻ സിസ്റ്ററിന്റെ അടുക്ക് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും എഴുതാനും വായിക്കാനും ഉള്ള കാര്യം വരുമ്പോൾ ഞാൻ ആങ്ഷ്യസ് ആകുമെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്കൊരു ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതെന്റെ ഇമോഷണൽ പ്രശ്നമാകും. കോഗ്നിറ്റീവിൽ എനിക്ക് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ ആകും. ഞാനങ്ങ് തളർന്നു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, എഴുതുക വായിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ടെൻഷൻ വന്നേക്കുന്നത്. അപ്പൊ ഇതിപ്പോ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു, തീർച്ചയായിട്ടും മിനിറ്റ്സ് എഴുതണം, അതെ, സമ്മറി അതെ, എഴുതണം, അത് വായിക്കണം, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതെ, അപ്പൊ അതൊരു, ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി കോടികളുടെ ടേൺ ഓവർ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ ആ ടാസ്കിനേക്കാൾ വലിയൊരു ടാസ്ക് ആണ് പുള്ളിക്കൊരു എഴുതാൻ. സെന്റൻസ് എഴുതുക, അല്ലെങ്കിൽ അത് വായിക്കുക. അത് പലരിലും കണ്ടിട്ടുള്ളതാണ്, പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഒത്തിരി പേര് ഇത് വിഷമിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ആരോട് പറയാനായിട്ട് അതെ, സാധിക്കും? അതെ, അതെ, അതെ. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുക. അപ്പൊ അല്ല, ഇത് തുറന്ന് പറയാനുള്ളൊരു മനസ്സും കൂടി വേണം. എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പ്രശ്നമുണ്ടെന്നുള്ളത്. കാരണം പലരെയും സംബന്ധിച്ചിടത്തോളം പലർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ചിലര് കുറ്റപ്പെടുത്തലുകളാണ് അത് വരുന്നത്. അതെ, പഠിക്കാൻ വിട്ടപ്പോ നീ പഠിക്കാതിരുന്നത് കൊണ്ടല്ലേ നിനക്ക് ഇപ്പൊ എഴുതാൻ പറ്റാതിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പോയ സമയത്ത് നീ ഉഴപ്പിയൊക്കെ നടന്ന് വല്ലവരുടെയൊക്കെ കോപ്പി അടിച്ച് വെച്ച് കാണും. ഇവർക്ക് മാത്രം അറിയാം ഇവർ എത്രമാത്രം എഴുതാൻ, വായിക്കാൻ, കണക്ക് കൂട്ടാൻ. അതിനാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതായത് ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അത് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഇനി ഗുണിക്കാനാണോ ഹരിക്കാനാണോ എന്നറിയില്ല. ഇപ്പൊ നമ്മുടെ അടുക്കൽ വന്ന വ്യക്തിയും ഇതൊരു പറയുന്ന പഠന വൈകല്യാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചുറ്റുമുള്ളവർ അല്ലേ. പ്രധാനപ്പെട്ടത്. പിന്നെ പിന്നെ ഒരു ഇത് കണ്ടുവന്നിട്ടുള്ളതാണ്, പ്രായമാകും തോറും നമ്മുടെ മറവി വരിക, നമുക്ക് പലതും ഓർത്തെടുക്കാൻ, പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. yeah. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, നമ്മളിപ്പോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ ദ ബിഗിനിങ് ഓൺവേർഡ്സ്, അതായത് ആ ചെറുപ്പകാലം തൊട്ട് എഴുത്തുകളുടെ, വായനകളുടെ, അല്ലെ കണക്കുകൂട്ടലിന്റെ, അല്ലെ ഓഡിറ്ററി പ്രോസസ്സിങ്, ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിടികിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ആ ചെറുപ്രായത്തിലെ തന്നെ ഉണ്ടാകുന്ന പഠനവുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യമാണ്. പക്ഷെ മുതിർന്നവരിൽ നമ്മൾ കാണുന്നത് പഠന വൈകല്യമല്ല. നമുക്കറിയാം, നമ്മുടെ ഒരു എൽഡർലി സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോഗ്നിറ്റീവ്, അതായത് ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി, കാര്യങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ ഫൊർഗെറ്റ്ഫുൾനെസ് നമുക്ക് വരുന്നുണ്ട്, മെമ്മറി ഇഷ്യൂസ് വരുന്നുണ്ട്, അവിടെ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ഡീജനറേഷൻ ഫങ്ഷനിങ് ആയിട്ട് വരും. അതായത് അത്രയും നാള് നമ്മൾ ജനറേറ്റ് ചെയ്ത് പോവുകയാണ് നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റികളെല്ലാം. അതായത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള തലങ്ങൾ, ആലോചിക്കാനുള്ള നമ്മുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി നമ്മൾ അതിനെ പറയും. അപ്പൊ ആ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുഞ്ഞുനാളിൽ തൊട്ട് പ്രോസസ്സ് ചെയ്ത് ഫങ്ഷനിങ് ആയി അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്കായി മാക്സിമൈസ് ആയി കഴിഞ്ഞതിന് ശേഷം അത് പതുക്കെ ഡീജനറേറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പൊ ചിലർക്ക് നമുക്ക് ഈ പ്രീസെനൈൽ ഡിമെൻഷ്യ എന്നൊക്കെ പറയും. അതായത് ഒരു 60 വയസ്സ് കടക്കുന്നതിന് മുൻപേ തന്നെ, ഒരു 40-45 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ മറവി രോഗം ബാധിക്കുന്നുണ്ട്. 30 വയസ്സിൽ കഴിയുമ്പോൾ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു സംശയം, നമ്മൾ കുറച്ച് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, വായന എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുക എന്നുള്ളത് പുസ്തകം പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുക, അറിവുകൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ പല സാധനങ്ങളും ഉപയോഗിക്കാതെ വെക്കുമ്പോൾ തുരുമ്പ് പിടിക്കുന്നു പറയുന്ന പോലെ ഇത് തുരുമ്പ് പിടിക്കുന്നത് തന്നെയല്ലേ. അപ്പൊ അതിന് വലിയൊരു ഉദാഹരണമാണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ നമ്പറുകൾ നമ്മൾ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ്
നമുക്കൊക്കെ എത്രയോ പേരുടെ അതെ നമ്പറുകൾ അതെ കാണാപ്പാട് അറിയായിരുന്നു. ഉം. ഇപ്പൊ സ്വന്തം നമ്പർ പോലും അടിച്ചു നോക്കിയിട്ടാണ് അതെ അതെ ആ പറയേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പറയും ഉം. നിങ്ങളുടെ നമ്പർ താ, ഞാനൊരു മിസ് കോൾ തരാമെന്ന് ഉം. പറയും ഉം. അല്ലെ. ഉം. അപ്പൊ അതായത് നമ്മളുടെ പ്രോസസ്സിങ് ഡിമാൻഡ്സ് കൂടുന്നുണ്ട്. ഉം. നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഉം. ആ ഉം. ബാഹുല്യം കൂടുന്നത് കൊണ്ടും ഉം. നമ്മുടെ വർക്കുകള്, നമ്മൾ ചിന്താരീതികളൊക്കെ ഓവർലോഡഡ് ആകുന്നുണ്ട്. ഉം. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉം. അപ്പൊ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉം. ഉം. നമ്മളിലൊക്കെ എവിടെയൊക്കെയോ കുറഞ്ഞു വരുന്നുണ്ട്. ഉം. അത് കൂടുതലും നമ്മൾ പറയുന്ന നമുക്ക് വരുന്ന ഈ ഈസി മെത്തേഡ്സ് വരുന്നു, അതാണ് ആ അതിലേക്ക് ഹബിച്വേറ്റഡ് ആയി ഉം. പോകുന്നതും കൂടി കൊണ്ടാണ്. ഉം. ഇപ്പൊ ഇനിയൊക്കെ ഇപ്പൊ എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അതൊക്കെ ഒരു വന്നതോടുകൂടി അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ വളരെ ഭീതിയോടെ തോന്നുന്ന ഒരു കാര്യമാണ് ആണ്. കാരണം അല്ലേ ഈ മനുഷ്യനിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നമുക്കൊരു അനുഗ്രഹമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് നമുക്ക് ഉം. കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉം. ഒത്തിരിയേറെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ മനുഷ്യബുദ്ധിയെ, മനുഷ്യന്റെ ആ മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന കുറെ കാര്യങ്ങളെ, ഉം. മാനുഷികമായിട്ടുള്ള മനോഭാവങ്ങളെ എല്ലാം അത് മാറ്റിക്കളയുന്നുണ്ട്, മനുഷ്യന്റെ ചിന്തകളെ വരെ അവൻ അതെ സ്വാധീനിക്കുന്നുണ്ട്. അതെ സോ അതെ അതെ അപ്പൊ അതൊക്കെ ഫെയ്ഡഡ് ആയിട്ട് തുടങ്ങുകയാണ് ഇനി. ഇപ്പൊ ഒരു ഹ്യൂമൻ റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ് ഫെയ്ഡിങ് അതെ അതെ പ്രോസസ്സിലേക്ക് അതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റിയും അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉം. ഡീജനറേറ്റീവ് പ്രോബ്ലംസും ഉം. ഒന്നാണെന്ന് പറയാൻ പറ്റും. അത് അതെ രണ്ടും അതെ അതെ രണ്ട് ഉം. തന്നെയാണ്. ഉം. ഉം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേൺ ഇപ്പൊ ഉം. എഴുതാൻ, വായിക്കാൻ, ഉം. ഉം. അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ, ഇപ്പൊ ഇതിന് ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉം. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഉം. കേസസ്, പ്രത്യേകിച്ച് അഡോളസൻസിന്റെ ഉം. കേസസ് വരുമ്പോഴത്തേക്കും അവർ പറഞ്ഞേക്കുന്നത്, സിസ്റ്റർ ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഉം. ഇവർ ഇത്രയും പ്രശ്നം എഴുതാനും വായിക്കാനും ഉം. ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ഉം. കാരണം ആ സമയങ്ങളിൽ പാൻഡമിക്കിന്റെ കാലഘട്ടങ്ങളിൽ അവർ സ്ക്രീനിലേക്ക് തിരിഞ്ഞു. അതെ അതെ ആ സ്ക്രീനിലേക്ക് തിരിയുമ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അസിസ്റ്റീവ് ഡിവൈസ് അവർക്കുണ്ട്. ഉം. ആ അസിസ്റ്റൻസ് ഇവർ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉം. ഇവരുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഉം. ആ ഉം. ഉം. കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞ ഉപയോഗശൂന്യമായി ശൂന്യമായി തുരുമ്പടിച്ചു തുടങ്ങുകയാണ്. അതെ ആ. ഇരുന്ന് കിട്ടുന്നില്ല ഉം. കുട്ടികൾ. ഉം. 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 പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എഴുത്ത് വായന എന്ന് പറയുന്നതൊക്കെ വളരെ ഉം. മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉം. അവസ്ഥയിലേക്ക് ഉം. വരികയാണ്. അതെ അതെ അപ്പോൾ ഇവിടെ നമുക്കൊരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ആ ഉം. ഒരു സമയത്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉം. അവര് ബുദ്ധിപരമായിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഉം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിലെ മറ്റു ടാക്ലിംഗ് എല്ലാം നന്നായിട്ട് ഉം. നടക്കും. ഉം. ഉം. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വരുമ്പം അവരൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ആങ്സൈറ്റിയിലേക്ക് പോകും. ഉം. ഉം. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഓർക്കുവാണ്, ഒരു കേസ്, ഉം. ഒരു സ്ത്രീ പറഞ്ഞൊരു കേസ്. അവരുടെ അച്ഛൻ ഉം. മേ ബി ചിലപ്പോൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഉം. വ്യക്തി ആയിരിക്കാം. ഉം. അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ എഴുതി സബ്മിറ്റ് ഉം. ചെയ്യേണ്ടതായിട്ട് ഉം. വന്നു. ഉം. ഉം. അങ്ങനെ വന്നു. അദ്ദേഹത്തെ ഒത്തിരി പേരുടെ മുൻപിൽ വെച്ച് ഉം. കളിയാക്കുകയാണ്. ഉം. അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ആ ഉം. ഓർഗനൈസേഴ്സ് കളിയാക്കുകയാണ്. അപ്പം അത് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്ന് ഉം. പറഞ്ഞു. ഉം. അപ്പോൾ എന്നോട് സംസാരിച്ച് പറയാണ്, സിസ്റ്റേ ഒരു പക്ഷേ എൻ്റെ അച്ഛന് ആ എഴുതാനുള്ള ഒരു ഡിസ്ഗ്രാഫിയ ഡിസോർഡർ ഉണ്ടായിരുന്നിരിക്കണം. ഉം. ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തിയിരുന്നു. ഉം. പുള്ളിക്ക് ഈ ഒരു കാര്യത്തിന് ഒത്തിരിയേറെ ആശങ്കകളും ആങ്സൈറ്റിയും ഉണ്ടായിരുന്നു. ഉം. അപ്പം അത് ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഉം. മുൻപിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ അവഹേളിതനായപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാനാവില്ല താങ്ങാനായിട്ട് ഉം. പറ്റിയില്ല. ഉം. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റിയും ഉം. സെൽഫ് എസ്റ്റീമും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും തമ്മിലുള്ള കോറിലേഷനൊക്കെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചെറിയ കുട്ടികളെ ആണെങ്കിൽ നമ്മൾ മടിയാണെന്ന് പറയാം. പക്ഷെ ഒരു മുതിർന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും പറയാ ഇത്രയും മണ്ടനായിരുന്നോ നീയേ അതാണ്. അത് കുട്ടികൾക്ക് കേൾക്കുന്നതിനേക്കാളും വളരെ പതിന്മടങ്ങ് ഇതാണ്. ഇതായിരിക്കും നമുക്ക് കുട്ടികളെ മുതിർന്നവർക്ക്. സംബന്ധിച്ചിടത്തോളം ഓക്കെ, ആ ഉം. ഒരു ഉം. ലെവലിലേ കാണത്തുള്ളൂ, അതെ 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 പഠിച്ചില്ല ഇത്. ഉം. ഉം. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നീ ഇത്ര ആ ഇതായിരുന്നോ? എന്നിട്ടാണോ നീ ഇത്രയും ഉള്ള സ്ഥാനത്ത് ആ നിൽക്കുന്നേ ആ അപ്പൊ അതൊരു സോഷ്യൽ സ്റ്റിഗ്മയിലേക്ക് അതെ പോകും, അതെ ഉം. അവഹേളിതനാകും. ഉം. ഉം. അപ്പൊ ഇവർക്കുണ്ടാകുന്ന നമ്മൾ ഈ പറയുന്ന ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കൊമോർബിഡിറ്റി ഉം. ഫാക്ടേഴ്സ് എന്ന് ഞങ്ങൾ പറയും. ഉം. ഉം. അതായത് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരിൽ കാണപ്പെടുന്ന മറ്റു പ്രശ്നങ്ങളാണ്
ആങ്സൈറ്റി, ഡിപ്രഷൻ, സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പുകളിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇവർക്ക് അങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ എഴുതി കൊടുക്കാനോ പറ്റാതെ വരുന്നു, അവിടെ നിന്ന് കമ്പല് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയാ, ഈ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തുന്ന ദുഃഖമായിരിക്കാം ദേഷ്യമായിട്ട് വരിക. അപ്പൊ എനിക്കതിന് കഴിവില്ല എന്നുള്ളൊരു ഇന്നബിലിറ്റി ഞാൻ അങ്ങ് അംഗീകരിച്ചു വന്നപ്പോൾ മറ്റുള്ളവരത് പ്രഷറൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് വരാം. അപ്പം അങ്ങനെയൊക്കെ തന്നെ ചിലരുടെയൊക്കെ ഇമേജുകൾ പോയതായിട്ടൊക്കെ നമുക്ക് അറിയാം. കാരണം നല്ല ഇമേജിൽ നിൽക്കുമായിരുന്നു, പക്ഷേ സോഷ്യൽ പ്രഷർ വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അഡൾട്ട് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് എഴുതാനും വായിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനും, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഈ സൈഡ്, അതായത് നമ്മൾ ഇപ്പം വിഷ്വൽ പ്രോസസ്സിങ്ങിലൊക്കെ ഡിഫിക്കൽറ്റി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാം, ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കേ, പെട്ടെന്ന് അവർക്കത് ലെഫ്റ്റ് സൈഡ് ഏതാ, അല്ലെങ്കിൽ പലപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും തന്നെയൊക്കെ, പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിനൊക്കെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾ കോ ഡ്രൈവേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ GPS ഒക്കെ വെച്ച് പോകുമ്പോഴത്തേക്ക് ഇനി ലെഫ്റ്റ്, പിന്നെ നമ്മൾ നോക്കി ലെഫ്റ്റ് ഏതായിരുന്നു. ഓക്കെ, പക്ഷെ ഇത് എപ്പോഴും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്, അതായത് ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വാംശീകരിച്ചെടുക്കാനായിട്ട്, പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അതിനാണ് നമ്മൾ വിഷ്വൽ പ്രോസസ്സിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ അഡൾട്ടിൻ്റെ തന്നെ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ വരും. പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നമ്മൾ എത്രയാണ് എണ്ണിയത്, ഇതിന്റെ ബാക്കി പിന്നെ എത്രയായിരുന്നു, പെട്ടെന്ന് കൺഫ്യൂഷൻ കയറി വരും. അപ്പൊ അങ്ങനത്തെ ചിലവർ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ അഡൾട്ട് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഫീച്ചേഴ്സാണ്. അത് ചുറ്റുള്ളവരും തിരിച്ചറിയുക, പിന്നെ അവനവൻ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം എനിക്കിപ്പോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, പക്ഷേ എനിക്ക് മറ്റു കാര്യങ്ങളിൽ എനിക്ക് അതിനെ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ അവർക്ക് ഏതിലാണോ കൂടുതൽ നൈപുണ്യമുള്ളത്, പ്രാവീണ്യമുള്ളത്, ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഓർക്കേണ്ട കാര്യം, മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ഒരു അവഹേളനീയ കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം, പക്ഷെ അതിനെ അവർ മീനിങ് ഫുള്ളായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക. ഏതിലാണോ അതിൽ കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യപ്പെട്ട് പോവുക. അതുപോലെ തന്നെ ഈ അസിസ്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നിടത്തോളം ഉപയോഗിക്കുക. കൂടെയുള്ളവരെ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് നിർത്തുക. അപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തോടു കൂടി അവർക്ക് ഫങ്ഷനിങ് ആകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. പിന്നെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അമിതമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇതിന് ആവശ്യമാണ്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ, അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.